Okay. A box containing 7 red beads and 3 blue beads. Another box containing 2 more red beads and 3 blue beads എന്നാ പറഞ്ഞേക്കുന്നത്. സോ 2 ബോക്സ് ഉണ്ട്. 2 ബോക്സിൽ ഒന്നാമത്തെ ബോക്സിൽ റെഡ് ബോൾസ് എന്ന് പറയുന്നത് 7 എണ്ണം, ബ്ലൂ ബോൾസ് എന്ന് പറയുന്നത് 3 എണ്ണമാണ്. രണ്ടാമത്തെ ബോക്സിൽ അവിടെ ഉള്ളതിനേക്കാൾ എത്ര കൂടുതലാന്ന് പറഞ്ഞേക്കുന്നത്. പിള്ളേര് തെറ്റിദ്ധരിച്ചിട്ട് 2, 3 എന്ന് എഴുതാറുണ്ട്. റെഡ് 2 എണ്ണം, ബ്ലൂ 3 എണ്ണം. അങ്ങനെയല്ല. റെഡ് ഉള്ളതിനേക്കാൾ. ഓക്കെ. Another box containing 2 more red beads. ഓക്കെ, 2 അധികം കൂടെ ഉണ്ട്. അപ്പോൾ 7 പ്ലസ് 2 ഈസ് ഈക്വൽ ടു 9 എന്ന് കിട്ടും. ബ്ലൂ ബീഡ്സ് ആണ് വെച്ചെങ്കിൽ 3 പ്ലസ് 3 ഈസ് ഈക്വൽ ടു 6 എന്ന് കിട്ടും. സോ ഒന്നാമത്തെ ബോക്സിലെ ടോട്ടൽ ബോൾസ് എന്ന് പറയുന്നത് 10ഉം രണ്ടാമത്തെ ബോക്സിലെ ടോട്ടൽ ബോൾസ് എന്ന് പറയുന്നത് 15ഉം ആണ്. ഓക്കെ, സോ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ടു ഗെറ്റിംഗ് എ റെഡ് ബീഡ് ഫ്രം ദ ഫസ്റ്റ് ബോക്സ്? ഒന്നാമത്തെ ബോക്സിൽ നിന്ന് റെഡ് ബീഡ് കിട്ടാനുള്ള എന്ത് പ്രോബബിലിറ്റിയാണ് പറയുന്നത്. സോ ഒന്നാമത്തെ ബോക്സിൽ എത്ര റെഡ് ബീഡ് ഉണ്ട്? 7 റെഡ് ബീഡ് ഉണ്ട്. മൊത്തത്തിൽ എത്ര ടോട്ടൽ എത്ര ബോൾസ് ഉണ്ട്? 10 ബോൾസ് ഉണ്ട്. ഓക്കെ. രണ്ടാമത്തെ ബോക്സിന്റെ കാര്യം അവിടെ ചോദിച്ചിട്ടില്ല. സോ ഒന്നാമത്തെ ബോക്സിന്റെ എഴുതിയാൽ മതി. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ടു ഗെറ്റിംഗ് എ ബ്ലൂ ബീഡ് ഫ്രം ദ സെക്കൻഡ് ബോൾ? സെക്കൻഡ് ബോക്സിൽ നിന്ന് ബ്ലൂ കിട്ടാനുള്ള ചാൻസ്. ഓക്കെ. സോ സെക്കൻഡ് ബോക്സിൽ ആകെ എത്ര ബ്ലൂ ഉണ്ട്? ആകെ 6 ബ്ലൂസ് ഉണ്ട്. ഓക്കെ. സോ അതിൽ ടോട്ടൽ എന്ന് പറയുന്നത് 15 ആണ്. സോ 6/15 എന്നാണ് അതിന്റെ ആൻസർ വരുന്നത്. ഓക്കെ. സോ ഇനി രണ്ടും കൂടെ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് രണ്ടും കൂടെ ഒരുമിച്ച് ഇടുവാണെന്ന് വെച്ചെങ്കിൽ എന്താണ് അതിന്റെ ഇതെന്നാ ചോദിച്ചേക്കുന്നത്. സോ രണ്ടും കൂടെ ഒരുമിച്ച് പുട്ട് ടുഗദർ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ബീഡ് എത്രയായിട്ട് മാറും? 10 പ്ലസ് 15 അതായത് 25 ആയിട്ട് കിട്ടും. ഓക്കെ. സോ ടോട്ടൽ റെഡ് ബീഡിന്റെ പ്രോബിലിറ്റി ചോദിച്ചിരിക്കുന്നത്. സോ റെഡ് ബീഡ് ടോട്ടൽ ഇപ്പോൾ എത്ര എണ്ണം ഉണ്ട്? 7 പ്ലസ് 9 ഈസ് ഈക്വൽ ടു 16 എന്ന് കിട്ടും. സോ പ്രോബിലിറ്റി ടു ഗെറ്റിംഗ് എ റെഡ് ബീഡ് ഈസ് ഈക്വൽ ടു 16/25 എന്നാണ്. ഓക്കെ ആണല്ലോ? കൺഫ്യൂഷൻ ഇല്ലല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ പ്രോഡക്റ്റ് ഓഫ് ഫസ്റ്റ് ആൻഡ് തേർഡ് ടേം ഓഫ് എൻ അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് കോമൺ ഡിഫറൻസ് 1 gives 1 4 3 ആൻഡ് വാട്ട് ആർ ദ ത്രീ ടേംസ്? ഇതാണ് ചോദ്യം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒന്നാമത്തെയും മൂന്നാമത്തെയും എന്താ പറയുക, നമ്പേഴ്സ് തമ്മിൽ അല്ലെങ്കിൽ ടേംസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 143 കിട്ടി. അങ്ങനെയാണെങ്കിൽ ടേംസ് ഏതെന്നാണ് ചോദ്യം. സോ ഫസ്റ്റ് ടേമിന് ഞാൻ എന്തായിട്ട് എടുത്തു? എക്സ് ആയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ടേം എന്തായിരിക്കും? കോമൺ ഡിഫറൻസ് 1 എന്ന് വന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് ടേമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് കൂട്ടി എന്ത് കിട്ടും? സെക്കൻഡ് ടേം കിട്ടും. സോ കോമൺ ഡിഫറൻസ് ഇവിടെ 1 ആയതുകൊണ്ട് എക്സ് പ്ലസ് 1 എന്ന് കിട്ടി. തേർഡ് ടേം എന്ന് പറയുന്നത് എന്താ? എക്സ് പ്ലസ് 1 എന്നാണ് സെക്കൻഡ് ടേം. അതിൻ്റെ കൂടെ വീണ്ടും എന്ത് ചെയ്യേണ്ടി വരും? വീണ്ടും കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യും. സോ വീണ്ടും ആ 1 ആഡ് ചെയ്യുമ്പോൾ എക്സ് പ്ലസ് 2 എന്ന് കിട്ടി. ഓക്കെ. സോ ഇനി അപ്പോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് എക്സ് ആണെങ്കിൽ മറ്റേത് എന്തായിരിക്കും? എക്സ് പ്ലസ് 2 ആയിരിക്കും. 2 കൂടുതൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ആലോചിക്കാമല്ലോ. ഓക്കെ. സോ പ്രോഡക്റ്റ്, ഇനി അതിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2 ഈസ് ഈക്വൽ ടു ആ രണ്ട് പ്രോഡക്റ്റും കൂടെ കൂട്ടും ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 143 എന്ന് കിട്ടും. ഓക്കെ. സോ അവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ എന്ന് കിട്ടും, പ്ലസ് 2x ഈസ് ഈക്വൽ ടു 143 എന്ന് കിട്ടും. ഇവിടെ ചെയ്യുന്നത് കംപ്ലീറ്റ് ഇൻ ദ സ്ക്വയർ മെത്തേഡാണ് ഏറ്റവും എളുപ്പം. പി എന്ന് പറയുന്നത് എന്താണ്? 2 ആണ്. സോ b/2 എന്ന് പറയുന്നത് 2/2 ആണ് ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. അതിന് സ്ക്വയർ എന്ന് പറയുമ്പോൾ b/2 ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു ആ 1 സ്ക്വയർ എന്ന് കിട്ടും. സോ ഈ 1 സ്ക്വയർ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും ആഡ് ചെയ്ത് കൊടുക്കണം. എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 സ്ക്വയർ ഈസ് ഈക്വൽ ടു 143 പ്ലസ് 1 സ്ക്വയർ. 1 സ്ക്വയർ എന്ന് പറയുന്നത് 1 തന്നെയാണ്. സോ എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 144 എന്ന് കിട്ടും. ഓക്കെ. സോ പ്ലസ് ഓർ മൈനസ് 12 എന്നാണ് അതിന് ആൻസർ കിട്ടുന്നത്. സോ എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 12. സോ എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു പ്ലസ് 12 വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് 11 ആൻസർ കിട്ടും. മൈനസ് 12 വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മൈനസ് 13 കിട്ടും. ഓക്കെ. സോ നമ്മുടെ പോസിറ്റീവ് ആയിട്ടുള്ള സംഖ്യയാണ് നമ്മൾ ടേംസിന് എടുക്കുക. സോ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 11 ആണ്. സെക്കൻഡ് ടേം 12 ആണ്. തേർഡ് ടേം എന്ന് പറയുന്നത് 13 ആണ്. ഓക്കെ. സോ അതാണ് അതിലെ 3 ടേമുകൾ കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ടു സർക്കിൾസ് സെൻറ്റേർഡ് അറ്റ് എ ആൻഡ് ബി ആർ ഇന്റർസെക്ടിങ് അറ്റ് എസ് ആൻഡ് ക്യൂ. ഓക്കെ, രണ്ട് സർക്കിൾസ് ഉണ്ട്. രണ്ടിൻ്റെയും സെൻറ്റർ എന്ന് പറയുന്നത് ഒന്നിൻ്റെ സെൻറ്റർ എയും മറ്റേതിൻ്റെ സെൻറ്റർ ബി ആണ്. ഓക്കെ, ഇവർ രണ്ടുപേരും എന്ത് ചെയ്യുന്നുണ്ട്? കൂട്ടിമുട്ടുന്നുണ്ട്. ഓക്കെ. കൂട്ടിമുട്ടുന്ന സ്ഥലമാണ് മുകളിലുള്ള ഭാഗത്തിന് എസ് എന്നും താഴെയുള്ള ഭാഗത്തിന് ക്യൂ എന്നും കൊടുത്തിട്ടുണ്ട്. ആൻഡ് പോയിന്റ് പി ആൻഡ് ആർ ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് ദ സർക്കിൾ. അതായത് പി യും ആറും എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡിലുള്ള രണ്ട് പോയിന്റുകളാണ് സർക്കിളിന്മേലുള്ള. ഓക്കെ. ഡ്രോ എ ലൈൻ ഫ്രം പി ആർ എസ് ത്രൂ ദ സെന്റർ മീറ്റിംഗ് അറ്റ് ക്യൂ. ഇനി ആ
പിയിൽ നിന്ന് മാറി നിന്നും 2 വരകൾ വരയ്ക്കുകയാണെങ്കിൽ അതെവിടെ പോയി മീറ്റ് ചെയ്യുന്നുണ്ട്? ക്യൂവിൽ മീറ്റ് ചെയ്യാണ്. സോ ഇത്തരം ക്വസ്റ്റ്യനുകൾ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റഫ് ഫിഗർ നമ്മൾ എന്തായാലും വരച്ചിരിക്കണം. അവർ പറഞ്ഞേക്കുന്നത് എന്താന്നുള്ളത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു റഫ് ഫിഗർ വരയ്ക്കണം. സോ റഫ് ഫിഗർ വരയ്ക്കുന്ന സമയത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡ്രോ ദ റഫ് ഫിഗർ തന്നെയാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ പ്രൂവ് ദാറ്റ് ദ എസ് ആർ പി ഇൻ എ സെയിം ലൈൻ. സെയിം ലൈൻ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഒരേ ലൈനിലാണ് അല്ലേ? സോ ഒരേ ലൈനിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ലിറ്ററലി മീനിങ് എന്ന് പറയുന്നത് എന്താണ്? പി എസ് ആർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ടോട്ടൽ ആംഗിൾ എന്തായിരിക്കും? 180 ആയിരിക്കും. നമ്മൾ നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ ജോയിൻ പി എസ് ആൻഡ് ആർ എസ് ആൻഡ് എസ് ക്യു. പി എസും ആർ എസും എസ് ക്യു നമ്മൾ എന്ത് ചെയ്തു? ജോയിൻ ചെയ്തു. ഫിഗറിൽ നോക്കാം. ഓക്കെ. സോ ആംഗിൾ പി എസ് ക്യു ഈസ് ഈക്വൽ ടു 90. പി എസ് ക്യു എന്ന് പറയുന്നത് ആ ലൈൻസ് തമ്മിൽ ജോയിൻ ചെയ്താൽ ഉണ്ടാവുന്ന ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. കാരണം പി ക്യു ആർ ഒരു ഡയമീറ്റർ ആയിട്ട് സർക്കിൾ സെമി സർക്കിൾ വരച്ചാൽ അതിന്റെ ആൻസർ എന്തായിരിക്കും? 90 ആയിരിക്കും. അതേപോലെ അപ്പുറത്തെ ട്രയാങ്കിൾ എടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ ആർ എസ് ക്യു. ആർ എസ് ക്യു എന്ന് പറയുന്നത് എന്തെന്നാണ്? 90 ഡിഗ്രിയാണ്. സോ പി ആംഗിൾ പി എസ് ആർ എന്ന് പറയുന്ന ആ ഒരു ഒറ്റ ലൈനിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 90 പ്ലസ് 90 എന്താണ്? 180 ആണ്. സോ അതെന്തായിരിക്കും? ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. സിമ്പിൾ ആയിട്ട് പ്രൂവ് ചെയ്യാവുന്ന ഒരു പ്രൂഫാണ് കേട്ടോ. ഓക്കെ. സോ സ്കിപ്പ് ചെയ്യാതെ സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സം ഓഫ് ഫസ്റ്റ് 15th term of an arithmetic sequence is 7 not 5 and the sum of first 25 terms of of is 1925 അതായത് 1925. ഫൈൻഡ് ദ കോമൺ ഡിഫറൻസ്. ഓക്കെ. സോ ഇവിടെ നമുക്ക് തന്നേക്കുന്നത് എന്താണ്? ഫസ്റ്റ് 15 ടേമിന്റെ സം എന്ന് പറയുന്നത് 705ഉം ഫസ്റ്റ് 25 ടേമിന്റെ സം എന്ന് പറയുന്നത് 1925ഉം ആണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ കോമൺ ഡിഫറൻസ് എത്ര? ഇവിടെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ എല്ലാവരും സാധാരണഗതിയിൽ സമ്മിന്റെ ഇക്വേഷൻസ് എടുക്കാറുണ്ട്. സമ്മിന്റെ ഇക്വേഷൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടില്ല? ആൻസേഴ്സ് കിട്ടില്ല. ഓക്കെ. സോ ഇവിടെ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് മിഡിൽ ടേം കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ. പക്ഷേ ക്വസ്റ്റ്യനകത്ത് എന്ത് തന്നിട്ടില്ല? മിഡിൽ ടേം എന്ന് പറയുന്ന ടേമേ തന്നിട്ടില്ല. ഓക്കെ. സോ S15 എന്ന് പറയുന്നത് 705ഉം S25 എന്ന് പറയുന്നത് 1925 ആണ്. ഓക്കെ. സോ അങ്ങനെയാണെങ്കിൽ ഈ S15 എന്ന് പറയുന്നതിന്റെ മിഡിൽ ടേം എന്ന് പറയുന്നത് എത്രാമത്തെ ടേം? മൊത്തം 15 ടേമാ ഉള്ളത് അല്ലേ? 15 ടേമിന്റെ പകുതി എന്ന് പറയുന്നത് എത്രയാണ്? മിഡിൽ ടേം എന്ന് പറയുന്നത് എത്രയാണ്? നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട്. 15 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 ചെയ്ത് നോക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? 8 എന്ന് കിട്ടും. അതായത് എട്ടാമത്തെ ടേം ആണ്. മൊത്തം 15 ടേം ഉണ്ടെങ്കിൽ അതിൽ ആദ്യത്തെ 8 ടേം എട്ടാമത്തെ ടേം അതായത് ഇപ്പുറത്തെ 7 ടേം ഇപ്പുറത്തെ 7 ടേം 14 പ്ലസ് 1 നടുവിലെ ടേം എന്ന് പറയുമ്പോൾ 15. സോ മൊത്തം 15 ടേം ഉള്ളതിൽ എട്ടാമത്തെ ടേം ആണ് എന്തെന്ന് പറയുന്നത്? മിഡിൽ ടേം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ 25 എണ്ണം എടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 25 പ്ലസ് 1/2 ഈസ് ഈക്വൽ ടു 26/2 ഈസ് ഈക്വൽ ടു 13 എന്ന് കിട്ടും. ഓക്കെ. സോ 8th ടേമും 13th ടേമും നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഈ സം വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെയാ? മിഡിൽ ടേമിന്റെ ഫോർമുല ഉണ്ടല്ലോ. സം ഓഫ് ടേംസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ടേം ഇൻടു മിഡിൽ ടേം. അതിൽ മിഡിൽ ടേം കണ്ടുപിടിക്കേണ്ടത് വെച്ചെങ്കിൽ മിഡിൽ ടേം ഈസ് ഈക്വൽ ടു സം ഓഫ് ടേംസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേംസ് ആണ്. ഓക്കെ. സോ സം ഓഫ് ടേംസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേംസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടും. ആദ്യം നമ്മൾ x8 ഈസ് ഈക്വൽ ടു 7 നോട്ട് 5 ഡിവൈഡഡ് ബൈ 15 എന്ന് കിട്ടും. ഓക്കെ. അത് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് 47 എന്ന് കിട്ടും. ഓക്കെ. അതേപോലെ എന്ത് x13 കണ്ടുപിടിക്കാം. എന്ത് വെച്ചിട്ട്? 25ാമത്തെ ടേം വെച്ചിട്ട് കണ്ടുപിടിക്കാം. സോ x13 ഈസ് ഈക്വൽ ടു 1925 ഡിവൈഡഡ് ബൈ 25 ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടും? ഈ 25 എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേംസ് ആണ് കേട്ടോ. ഓക്കെ. നമ്പർ ഓഫ് ടേംസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? ഈസ് ഈക്വൽ ടു 77 എന്ന് കിട്ടും. ഓക്കെ. സോ നമുക്ക് എന്ത് കിട്ടി? എട്ടാമത്തെ ടേമും 13ാമത്തെ ടേമും കിട്ടി. അത് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. ഏത് വെച്ചിട്ട്? ഡിഫറൻസ് ഇൻ ടേംസ് ഡിവൈഡഡ് ബൈ ഡിഫറൻസ് ഇൻ പൊസിഷൻ. സോ ഡിഫറൻസ് ഇൻ ടേംസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് 13th ടേം മൈനസ് 8th ടേം എടുക്കുന്ന സമയത്ത് 77 മൈനസ് 47 എന്ന് കിട്ടും. എപ്പോഴും വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുന്നതാണ് നമുക്ക് കുറച്ചും കൂടെ എളുപ്പം. ഓക്കെ. ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഒരു നെഗറ്റീവ് സൈൻ വരും. അത് രണ്ടും കൂടെ ക്യാൻസൽ ആയിട്ട് പോസിറ്റീവ് ആയിട്ട് മാറിക്കും. ഓക്കെ. താഴെ വരുമ്പോൾ എന്ത് വരും? 13 മൈനസ് 8 എന്ന് കിട്ടും. 8ആണ് അവിടുത്തെ എന്തെന്ന് പറയുന്നത് സെക്കൻഡ് ടേം എട്ടാമത്തെ ടേം ആണല്ലോ. ഓക്കെ. സോ രണ്ടും കൂടെ കുറയ്ക്കുന്ന സമയത്ത് 30/5 ഈസ് ഈക്വൽ ടു 6 എന്ന് നമുക്ക് ആൻസർ കിട്ടും. സോ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? 6 ആണ്. അതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ ആണല്ലോ. ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ ഫസ്റ്റ് ടേം. ഓക്കെ. ഫസ്റ്റ് ടേം എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സോ എട്ടാമത്തെ ടേം നമുക്ക് ഓൾറെഡി എത്രയെന്ന് കിട്ടി? 47 എന്ന് കിട്ടി. സോ കോമൺ ഡിഫറൻസ് 6 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ 47 ഈസ് ഈക്വൽ ടു xnന്റെ വാല്യൂവിൽ കൊടുക്കുക. xn ഈസ് ഈക്വൽ ടു f പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡിയിൽ കൊടുക്കുക. സോ ആ കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? എഫ് പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി. അതായത് എഫ് എന്ന് നമുക്ക് അറിയത്തില്ല. സോ എഫ് എന്ന് തന്നെ എഴുതി. എൻ എന്ന് പറയുന്നത് 8 ആണ്. എട്ടാമത്തെ ടേം ആണല്ലോ നമ്മൾ 47 എന്ന് എഴുതിയത്. 8 മൈനസ് 1 ഇൻറ്റു 6 എന്ന് കൊടുക്കുക. സോ എഫ് പ്ലസ് 7 ഇൻറ്റു 6 7 ഇൻറ്റു 6 42 എന്ന് പറയുമ്പോൾ എഫ് പ്ലസ് 42 ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? 47 എന്ന് കിട്ടും. സോ 47 ന്ന് എന്ത് കുറയ്ക്കുക? 42 കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എഫ് കിട്ടും. എഫ് ഇസ് ഈക്വൽ ടു എത്രയെന്ന് കിട്ടും? 5 എന്ന ആൻസർ കിട്ടും. ഓക്കെ ആണല്ലോ. സോ അതാണ്
രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അതിലുള്ളതാണ് പറഞ്ഞത് 25ാമത്തെ ടേം കണ്ടുപിടിക്കുക. ഫൈൻഡ് ദ 25th ടേം. ഓക്കെ. സോ 25th ടേം എന്ന് പറയുന്നത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? x25 എടുക്കുക. എഫ് പ്ലസ് എൻ മൈനസ് 1 ഇലൂടെ സെയിം ഇക്വേഷനിൽ വാല്യൂ കൊടുക്കുക. എഫ് എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് എന്ത് ചെയ്യാം? അറിയാം. എത്രയാണെന്ന് അറിയാം. 5 എന്നറിയാം. 5 പ്ലസ് 25 മൈനസ് 1 ഇൻറ്റു 6 എന്ന് കൊടുത്താൽ മതി. ഈസ് ഈക്വൽ ടു 5 plus 24 into 6 that is 5 plus 144 എന്ന് കിട്ടും. സോ നമുക്ക് ആഡ് ചെയ്ത് കിട്ടുമ്പോൾ എന്ത് കിട്ടും? 149 എന്ന് കിട്ടും. അതാണ് 25th ടേം. ഓക്കെ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പൊതുവേ ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ